അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കീമിൻ്റെ ടോട്ടൽ സ്കോർ എങ്ങനെയാണ് ലഭിക്കുക എന്ന് നോക്കാനായാണ്. അതിനാദ്യം നിങ്ങൾ എൻ്റെ +2 മാർക്ക് ലിസ്റ്റ് എടുക്കുക. എൻ്റെ +2ൽ +2 ടോട്ടൽ എന്നുള്ളൊരു ടാബ് ഉണ്ടാവും. അവിടെ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് 120ൽ എത്രയാണോ കിട്ടിയത് എന്നുള്ളത് ആദ്യം നോക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് ഫിസിക്സിൽ 119, കെമിസ്ട്രിക്ക് 112, മാത്തമാറ്റിക്സിൽ 120 കിട്ടിയെന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ എടുക്കുക. ഇപ്പോൾ ഞാനിപ്പം കാണിച്ച എക്സാമിലുള്ള ടോട്ടലാണെങ്കിൽ 357 കിട്ടും. ഏതിൽ 360. നമ്മുടെ ടോട്ടൽ മാർക്ക് 360, നമുക്ക് അതിൽ 357 കിട്ടിയെന്നായിരിക്കും. ഇത് 360 മാർക്ക്. കീം നമുക്കറിയാലോ, +2 മാർക്കും കീമിൻ്റെ എൻട്രൻസ് മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അത് 600ൽ 300 മാർക്ക്, 300 നമ്മളെ +2ലെ മാർക്കും പിന്നെ ബാക്കി 300 എൻട്രൻസിൻ്റെ മാർക്കുമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 360ലുള്ള മാർക്കിനെ 300ലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയ മാർക്കിനെ 1.2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 300ൽ നമുക്ക് എത്ര സ്കോർ കിട്ടിയെന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ 300ൽ എഴുതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ സ്കോർ കിട്ടേണ്ടിയിട്ട് നമുക്ക് കീം നോർമലൈസ്ഡ് സ്കോർ എന്ന് പറഞ്ഞിട്ടൊരു സ്കോർ കിട്ടിയിട്ടുണ്ടാവും. ആ സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 600 നമ്മളെ പരീക്ഷ നടത്തിയത് എൻട്രൻസ്. അതിൻ്റെ അകത്ത് നോർമലൈസ് ചെയ്ത് 300ലേക്ക് മാറ്റിയ സ്കോറാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതെടുക്കുക. അതും നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള +2ൻ്റെ 300ലേക്ക് മാറ്റിയ സ്കോർ ഉണ്ടല്ലോ, അതും എടുക്കുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പം നമുക്കൊരു സ്കോർ കിട്ടും. അത് 600ലാണ്. ആ കിട്ടിയ സ്കോറാണ് റാങ്ക് ലിസ്റ്റിനായിട്ട് നമ്മൾ പരിഗണിക്കുക. ആ കിട്ടിയ സ്കോറിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരിക. അത്രമാത്രമാണ് ആലോചിക്കേണ്ടത്. ഇങ്ങനെയാണ് ഈ കീമിൻ്റെ ടോട്ടൽ സ്കോർ കണ്ടുപിടിക്കുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലത്തെ കണ്ടൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കീമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യുന്നതായിരിക്കും.